നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ തൊട്ടേ ഹായ് സുലു, നീ എന്താ ഇവിടെ, ഞാനെന്താ ഇവിടെ. ഷാജിക്കൊക്കെ ആയിരുന്നു, നിനക്ക് തുള്ളി തുള്ളിയായിട്ട് മഴ പെയ്യണോ, മഴ പെയ്ക്കണോ, എന്ത് വേണം, സൺലൈറ്റ് വേണോ. എനിക്ക് സുലു അഖിലാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവൾ കണ്ടിട്ട് അവൾ പറയുമോ കണ്ടപ്പോൾ തന്നെ ജാട ബേസിലെ കൂടെ അഭിനയിക്കുന്നത് പറഞ്ഞു മനസ്സിലാവും. ആക്ച്വലി ആവേശത്തിൻ്റെ പ്രസ് മീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് നസ്രീനെ കാണുന്നത്. ഞാൻ ഇതുവരെ ഷീറ്റ് കണ്ടിട്ടുള്ള ജിത്തുൻ്റെ പടത്തിൽ. അമ്പാനെ കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് അത്ര ലുക്കും ആ പെർഫോമൻസും ഒക്കെ അതെ. പൂജ മോഹൻരാജാണ് ദ ക്യൂ സ്റ്റുഡിയോ അഭിമുഖത്തിൽ. നമസ്കാരം. നമസ്കാരം. ഈ സൂക്ഷ്മദർശിലെ അസ്മ എന്ന ക്യാരക്ടറിൻ്റെ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് എടുത്ത് നോക്കിയാൽ ഏറ്റവും ഭയങ്കര രസകരമായ സാധനമാണ് മറ്റേ മാനുലിക്ക എന്ന് വിളിക്കുന്ന. എനിക്ക് ഉറപ്പാണ് പൂജ ഒരുപാട് പേരിലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു മാനുലിക്ക എന്ന് പറയുന്നത്. അതായിരുന്നു ഏറ്റവും ഒരു പടത്തിൻ്റെ ഒരു പ്ലെയിനായി പോകുന്ന സമയത്ത് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് തന്നെയായിരുന്നു ഈ മാനുലിക്ക എന്ന് പറയുന്ന ആ മൊത്തം സീന്. എനിക്ക് പേഴ്സണലി ക്യൂരിയോസിറ്റി വന്നു, ഇത് തിയേറ്ററിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ചിരി, ഭയങ്കര ക്ലാപ്സും പരിപാടിയൊക്കെ ആയിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ ഒരുപാട് പേര് നിൽക്കുന്ന ഈ സെറ്റിൽ ഈ സീൻ ഉണ്ടല്ലോ, ഇതെങ്ങനെയായിരുന്നു? ഇതേമാതിരി ക്ലാപ്സും ചിരിയൊക്കെ സെറ്റിൽ? ചിരി ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. പിന്നെ സൂക്ഷ്മദർശിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്ക്രിപ്റ്റാണ്. ഓൾറെഡി നമ്മൾ വായിക്കുന്ന സ്ക്രിപ്റ്റ്സിൽ ഏറ്റവും നല്ല സ്ക്രിപ്റ്റായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഫുള്ള് നമുക്ക് വായിക്കുമ്പോൾ ഒരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഈ മാനുവലിക്കൊന്നും സ്ക്രിപ്റ്റിലില്ല. അപ്പം നമ്മൾ ഇത് ഞാനും അഖിലയും ഇതേപോലെ ഏറ്റവും ഷൂട്ട് ചെയ്യാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സീക്വൻസ് ആണ്. എന്താ വെച്ചാൽ വായിച്ചിട്ട് തന്നെ നമ്മൾ കുറേ ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനെന്തോ നാക്കോടക്കി എന്തോ എന്തോ പറഞ്ഞപ്പോൾ സമീർക്കാണ് അയ്യോ എന്നാൽ ഇവക്കൊന്ന് മാനുവലിക്കാന്നൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താൽ പോരായിരുന്നു എന്തോ മോണിറ്ററിൻ്റെ പുറകിരുന്ന് പറഞ്ഞിട്ട് അതെല്ലാവരും ചിരിച്ചു. അപ്പോഴാണ് സമീർക്ക വന്ന് പറഞ്ഞത് എടാ നീ ഇതൊന്ന് പറഞ്ഞു നോക്ക്. അങ്ങനെയാണ് മാനുവലിക്ക. പക്ഷെ മാനുവലിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ അത് കണ്ടിട്ട് ബേസിലും വന്ന് പറഞ്ഞായിരുന്നു അത് കൊള്ളാട്ടാ മാനുവലിക്ക. അപ്പം നമ്മൾ ഒത്തിരി ഓൾറെഡി എക്സൈറ്റഡ് ആയിട്ടുള്ള സീനായിരുന്നു. പക്ഷെ ഈ തിയേറ്ററിൽ അതേപോലെ വർക്ക് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. മറ്റൊന്ന് ആ സീനിൽ ഇപ്പോൾ അഖിലയും പൂജയ്ക്കും ഒരു മറ്റേ തകർക്കാനുള്ളൊരു സീനാണല്ലോ. അതില് അഖിലയും പൂജയും തമ്മിലൊരു ഇതുണ്ടല്ലോ, നീ എന്താ ഇവിടെ, അപ്പൊ പൂജ പറയുന്നത് ഞാനെന്താ ഇവിടെ സുലു. നിങ്ങൾക്കൊരു തകർക്കാനുള്ള, നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഡിസ്കഷൻ ഉണ്ടായിരുന്നോ? പിന്നെ സ്ഥിരം എന്താ ഒന്നാമത് ഇത് സീൻ വായിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യം തൊട്ടേ. അപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ തൊട്ടേ ഹായ് സുലു, നീ എന്താ ഇവിടെ, ഞാനെന്താ ഇവിടെ. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ചിരി വരായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഈ ചിരി പോക്കണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഒരേ വീട്ടിലാണ്, മിക്കപ്പോഴും ഒരേ മുറിയിലാണ്. അപ്പം ഞാനും ഇവളും ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു നോക്കി എന്നാൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാലോ, ആ ഒരു വർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങളിത് പ്രിപ്പറേഷൻ അങ്ങനത്തെ രീതിയിലല്ല, നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് വർക്കാക്കണം. ഇത് നമ്മൾ വായിച്ചപ്പോൾ കിട്ടിയ ചിരി നമ്മൾ ചെയ്താൽ പാളിപ്പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു സ്പേസിൽ നമ്മൾ ചെയ്ത് നോക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു എനിക്ക് തോന്നുന്നു അഖിലയും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും രസമായിട്ടത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നത്. എന്താ വെച്ചാൽ ആ ഒരു കെമിസ്ട്രി നമ്മൾ തമ്മിൽ ഡെവലപ്പ് ആയതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു. ഈ അസ്മയിലൊക്കെ ആദ്യം വിളിക്കുമ്പോൾ അസ്മയെ പറ്റിയും അതുപോലെ ഈ സിനിമയെ പറ്റിയും വിളിക്കുന്ന സമയത്ത് ഈ നസ്രിയ ബേസിൽ ഈ കോമ്പോനൊക്കെ പറ്റി പൂജയോട് തരുന്നൊരു ഫീഡ് എന്തായിരുന്നു, ഒരു അറിവ് എന്തായിരുന്നു? അങ്ങനെ ആദ്യം തന്നെ പറഞ്ഞത് ഇത് നസ്രിയ ബേസ് റൊമാൻറ്റിക് അങ്ങനത്തെ പരിപാടി ഒന്നുമല്ല, ഇങ്ങനെയൊക്കെയാണ് പരിപാടി എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എനിക്കെപ്പോഴും ഈ സീൻ ചെയ്യിച്ചു നോക്കുമ്പോൾ ഈ വായിക്കില്ലേ, ആ വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു രസകരമായിട്ടുള്ളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതാണ് എനിക്ക് ഭയങ്കര ഹൈ. അതിലൊരു സാധനം കിട്ടിയാൽ അപ്പോൾ ഞാൻ ഇനിഷ്യലി ഇതിൻ്റെ ചീഫ് രോഹിത് ചന്ദ്രശേഖർ. അപ്പോൾ രോഹിത് തരുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും PSCക്ക് പഠിക്കുന്നു. അപ്പോൾ അസ്മ സ്വന്തം വീട്ടിലോട്ട് ആമസോൺ ഓർഡർ ചെയ്യൂല, ഇത് പ്രിയയുടെ വീട്ടിലോട്ടാണ് ഓർഡർ ചെയ്യാത്തത്. എന്താ വെച്ചാൽ അപ്പുറത്ത് അമ്മായിയമ്മ ചുമ്മാ സീൻ ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ ഡ്രസ്സ് അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഈ പെൺപിള്ളേരിരുന്ന് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനത്തെ ഒരു ഗേൾഹുഡ്
പരിപാടി അതന്നെ ഭയങ്കര രസമായിരുന്നു. അതും ഇറ്റ്സ് നോട്ട് ഇൻ എ വെരി സീരിയസ് നോട്ട്, ഇച്ചിരി ഫണ്ണാണ്. നമ്മളെങ്ങനെയാണ് കൂട്ടുകാരായിട്ട് അതേ ഒരു പരിപാടി, അതാണ് എനിക്ക് രസമായിട്ട് തോന്നിയത്. മറ്റൊന്നിപ്പോ ഈ ഗേൾഹുഡ് നെയ്ബർഹുഡിലുള്ള ഒരു കുടുംബശ്രീ എന്നുള്ള ഒരു ഇതിലൊക്കെ മുമ്പ് തൊട്ടേ നമ്മൾ കണ്ടുവരുന്നത് ഓക്കെ ഇത് കുറ്റം പറയാനുള്ളൊരു ഇത് അല്ലെങ്കിൽ ഒരു കുശുമ്പ് പറയാൻ അങ്ങനത്തെ ഒക്കെ ട്രെയിൻഡ് ആയിട്ടാണ് സിനിമയിൽ കാണിക്കുന്നത്. പക്ഷെ ഇത് ഒട്ടും ഫോഴ്സ്ഡ് അല്ലാതെ ഓക്കെ ഇത് ഭയങ്കര വോയറിസം അല്ല, ഇതൊരു ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ മറ്റേ മെറിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇന്നലെ വാട്സാപ്പിൽ കണ്ടിരുന്നു എന്നൊക്കെ ബേസിന്റെ അടുത്ത് പറയുമ്പോൾ ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ്, അല്ലാതെ ഇത് കുറ്റം പറയാനുള്ള ഒരു ഗ്യാങ് അല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഓർഗാനിക് എഴുത്തുകൂടെ. അത് ഓർഗാനിക് ആയിട്ട് ആ എഴുത്തിൽ അത് ഉണ്ട്, ആ ഒരു മനസ്സിലാക്കല് എനിക്ക് തോന്നുന്നു ഇവര് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു എന്താ പറയാ, അത് ആണുങ്ങൾ എനിക്ക് കുറേ ആൻസൂസുകൾ അവരും നല്ല രീതിയിൽ കുറ്റങ്ങളൊക്കെ പറയും. ഇപ്പം നമ്മൾ നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴും അതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വേറെ സിനിമ വോട്ടെവർ ഇറ്റ്സ് ലൈക്ക് അതിൻ്റെ ഒരു ആണുങ്ങളുടെ വേർഷനിൽ ഇങ്ങനെ ഈ കുറ്റം പറയൽ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ട്, അതാണ് എനിക്ക് ആ സിനിമയുടെ ഒരു രസമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതിൽ സ്ത്രീകൾ ഒരുമിച്ച് വന്നാൽ ഇത് മാത്രമല്ല പരിപാടി എന്നുള്ള ഒരു സാധനം വന്നത് എനിക്ക് അതും രസമായിട്ട് തോന്നി എനിക്ക്. ഈ മറ്റൊരു രസകരമായ സാധനം എന്താ, ഈ വർഷം 2024 സിനിമകളെടുത്ത പൂജ ഭാഗമായ 3 ചിത്രങ്ങൾ, മഞ്ഞുമ്മൽ, ആവേശം, പിന്നെ സൂക്ഷ്മദർശിനി. മലയാള സിനിമ ഈ വർഷത്തെ എടുത്താൽ തന്നെ ഒരു ടോപ്പ് 5 നമ്മൾ ഓർത്ത് വെച്ച ഈ 3 സിനിമകളും ഉണ്ടാവും. അപ്പോൾ പൂജയ്ക്ക് ഇങ്ങനെ ആലോചിച്ചാൽ ഓക്കെ ഞാൻ ഈ വർഷത്തെ ഏതൊക്കെ ചിത്രങ്ങൾ ചെയ്തെന്ന് ആലോചിച്ചാൽ ഈ 3 സിനിമകൾ അങ്ങനെ ഒരു പേഴ്സണൽ ഹാപ്പിനെസ് കൂടെ ഉണ്ടോ സൂക്ഷ്മദർശിനി കഴിയുമ്പോൾ? എന്തായാലും ഉണ്ട്. നമ്മള് മഞ്ഞുമ്മല് വളരെ ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ അത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു പടം. ഇത്രയും വലിയൊരു സിനിമ ചെയ്യുമ്പോൾ അവരെന്നെയും കൂടെ അതിൻ്റെ ഒരു ഭാഗമാക്കാനൊരു സ്പേസ് കണ്ടെത്തി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ടേ ഈ മഞ്ഞുമ്മലിൻ്റെ കേൾക്കുന്നുണ്ട്, ഈ കൺമണി സോങ് അതിലോട്ട് വരുമ്പം എനിക്ക് ഓർമ്മിച്ചത് ഇതാണ് ഇതിൻ്റെ ഹുക്ക് എന്നൊക്കെ പറയുന്നൊരു സ്പേസ്. പിന്നെ അതിൻ്റെ സ്റ്റോറി ബോർഡ് പവിയിരുന്ന് വരയ്ക്കുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിന് ഭാഗവാനായ ഇവിടെ സ്പേസ് ഒന്നുമില്ല, കഥാപാത്രങ്ങളില്ല. പിന്നെ ഷൂട്ടിൻ്റെ തലേദിവസം ഒന്ന് വരണം എന്ന് വന്ന് സന്തോഷമാണത്. പിന്നെ ഇതെല്ലാം വേറെ വേറെ ടൈം ലൈനിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇതെല്ലാം കൂടി ഒരേ കൊല്ലം ഇറങ്ങി എന്നുള്ളത് ഭാഗ്യം. അങ്ങനെ ഒരു ക്രിയേറ്റർ സൈഡിലും കൂടെ ഒരു പൂജയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. അതായത് അല്ല, ഞാനൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്ക് ഒന്ന് ഞാൻ കുറെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ മഞ്ഞുമ്മല് പോലത്തെ ഇപ്പൊ സെറ്റ് കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗുഹയുടെ. അപ്പൊ അജയേട്ടൻ ഇങ്ങനെ വാഴ എന്ന് പറഞ്ഞിട്ട് ഈ ഗുഹയുടെ 3 സ്ട്രക്ചേഴ്സ് കാണിച്ചു തരിക, അതിൻ്റെ പ്രോപ്സ്, ഈ വവ്വാല് മറ്റേ എല്ലാം ഉണ്ടാക്കി വെച്ചത്. അതൊരു മറ്റേ മ്യൂസിയത്തിൽ പോയി ഇതെങ്ങനെ സെറ്റാക്കി. അപ്പം ഷാജിക്കോയൊക്കെ ആയിരുന്നു, നിനക്ക് തുള്ളിത്തുള്ളിയായിട്ട് മഴ വേണോ, മഴ പെയ്യണോ, എന്ത് വേണോ, സൺലൈറ്റ് വേണോ? ഇത് ഒരു അതിശയല്ലേ, നമ്മൾ നാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നു. ഇപ്പോൾ UK-ലൊക്കെ US-ലൊക്കെ ഈ തിയേറ്റർ പ്രൊഡക്ഷൻസിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഷിഫ്റ്റിങ്, ഒരു പ്രൊഡക്ഷൻ ഡിസൈനൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാണുകയും അതിൻ്റെ മോഡൽസൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇത് ലൈവായിട്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇവർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കൗതുകം അത് ഭയങ്കരമായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ലക്കി ഇവരുടെ അടുത്ത് നിന്നൊക്കെ ഇത് കാണാനും പഠിക്കാനും പറ്റുന്നു എന്നുള്ളത്. ഇപ്പൊ പൂജയുടെ ഒരു ആക്ടിങ്ങിന്റെ ഒരു കരിയർ എടുത്താൽ തന്നെ പൂജ ഒരു ട്രെയിൻഡ് ആക്ടർ ആണല്ലോ. അതായത് ഇപ്പൊ ഒരുപാട് പേരോട് നമ്മൾ ഒരു ഭയങ്കര വർക്കായ സീനൊക്കെ ചോദിക്കുമ്പോൾ അത് ഞങ്ങളങ്ങനെ ഡയറക്ടർ പറയുന്നതനുസരിച്ച് ചെയ്തു, സ്ക്രീനിൽ കാണുമ്പോഴാണ് നമ്മളും അതിശയിക്കുന്നതെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നത്. പക്ഷെ ഇതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ട് ഇത് എങ്ങനെയാണെന്നൊരു പ്രീ ഡിസൈൻ കൂടെ പൂജയ്ക്ക് ഉണ്ടാവുമല്ലോ. കാരണം ട്രെയിൻഡ് ആയിട്ട് ഈ ഇമോഷൻ എങ്ങനെയാ ക്യാരി ചെയ്യേണ്ടത്, ഇതിനൊരു വ്യക്തമായ ഒരു മീറ്ററൊക്കെ പുറത്ത് പറയില്ലെങ്കിലും കൂടെ ഉള്ളിൽ മനസ്സിലേക്ക് ഉണ്ടാവില്ല. ഈ ട്രെയിനിങ്, ആക്ടിങ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ ഏത് രീതിയിലാണ് പൂജ ആസ് എ പെർഫോമർ ഷേപ്പ് ചെയ്ത്, ആസ് എ പേഴ്സണലി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആസ് എ പെർഫോമർ ഷേപ്പ് ചെയ്തെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ക്യാരക്ടർ റോൾസ് ആണല്ലോ, അങ്ങനെയാണല്ലോ പറയാം.
അപ്പം ഇങ്ങനത്തെ റോൾസ് ചെയ്യുന്ന പലർക്കും നമ്മൾ സിനിമയിൽ വരുന്നത് നായികയായിട്ടോ അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഭയങ്കര നടിയായിട്ട് വേറെ എവിടെ നിന്നോ ഇറങ്ങുന്നതോ ഒന്നുമല്ല. അപ്പോൾ ആൾക്കാർക്ക് അറിയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ലോ. ഇവിടെ നമ്മളെല്ലാവരും പോലത്തെ ഒരാളാണ്. അപ്പം നമുക്ക് ഈ സീൻസൊക്കെ ചെയ്യാൻ സമയം ഭയങ്കര കുറവായിരിക്കും. ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് സ്ക്രിപ്റ്റ് പോലും അറിയത്തില്ല, ചിലപ്പോൾ ഒരു സീൻ മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പം അല്ലെങ്കിൽ ഓഡിഷൻസിന് പോകുമ്പോൾ തന്നെ നമുക്ക് അപ്പം തരുന്ന സാധനം എങ്ങനെ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാം അപ്പം എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നു ട്രെയിനിങ്ങിൻ്റെ ഏറ്റവും വലിയ ഹെൽപ്പ്. എന്താ വെച്ചാൽ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ടാവും, കുറേ ടൈപ്പ് ഓഫ് നമ്മൾ കാണുന്ന മിക്ക ആർക്കി ടൈപ്സും നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും ഒരു ട്രെയിനിങ് സ്പേസിൽ. ഇപ്പോൾ നാടകം എത്രയോ വർഷമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനത്തെ സ്പേസിൽ നമ്മൾ അത്രയും ക്ലാസിക് ആയിട്ടുള്ള ടെക്സ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും, കണ്ടംപററി ടെക്സ്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇമോഷണലി നമുക്ക് അങ്ങനത്തെ പരിചയം ഉണ്ടാവും, നമ്മൾ എവിടെയെങ്കിലും ഒരു പരിചയം നമുക്കുണ്ടാവും. അപ്പോൾ ഇത് എങ്ങനെ സ്പീഡായിട്ട് കണക്ട് ചെയ്ത് ഒരു സീൻ കിട്ടിയാലും അതിലൊരു പോയിന്റ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഹൈ പോയിന്റ് കണ്ടുപിടിക്കുക, അങ്ങോട്ടേക്ക് എത്തുക, സ്ട്രൈക്ക് ഔട്ട്. ഇപ്പോൾ ഓഡിഷൻസ് ആണെങ്കിൽ പോലും അയ്യോ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയ്യോ ഇത് നമുക്ക് എന്താ വെച്ചാൽ ആലോചിച്ച് ഒരു പാട്ട് കേട്ടിരുന്ന് മൂഡിലോട്ടായി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അതിനുള്ള സമയം ഇല്ല. വി ആർ എക്സ്പെക്റ്റഡ് ടു വർക്ക് ഫാസ്റ്റ്. നിങ്ങൾക്കിത് അറിയുന്നവരാണ് വന്ന് ചെയ്യണം. അപ്പം നമുക്ക് ആ സ്പീഡാണെന്ന് തോന്നുന്നു എനിക്ക് ട്രെയിനിങ്ങിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ലോസ്റ്റായി പോവും. പിന്നെ ഞാനെപ്പോഴും ഈ ട്രെയിനിങ് ചെയ്ത മെത്തഡോ ഒന്നും ആലോചിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ എവിടെയോ ഉണ്ട്. പിന്നെ സിനിമ എന്നുള്ള സ്പേസിൽ ഇത് പലരും കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം നമ്മുടെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ വെച്ച് പോയാൽ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായി പോകും. എനിക്ക് തോന്നുന്നു പല ട്രെയിൻഡ് ആക്ടേഴ്സിനും പറ്റുന്ന ഒരു പ്രശ്നവും അതാണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ഇങ്ങനെയാ എൻ്റെ ധാരണ. പക്ഷെ ഇത് സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമല്ല, അതിനൊരു റൈറ്ററുണ്ട്, ഡയറക്ടറുണ്ട്, അപ്പോൾ ഇവരുടെ ഒരു ഡിസൈനുണ്ട്. അതുമാത്രമല്ല നമ്മുടെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ ഒരു പെർഫോമൻസും ഉണ്ട്. അപ്പോൾ ഇതിലോട്ടൊക്കെ ജെല്ലാവണം. അപ്പോൾ ഓവറായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതും ഒരു പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇവരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് എന്താ പറയുക ക്യൂസ് എടുത്ത് ചെയ്യാന്നുള്ളതാണ് തോന്നുന്നു എൻ്റെ ട്രെയിനിങ്ങിൽ നിന്ന് എനിക്ക് കിട്ടിയ. തിയേറ്റർ അല്ലേ, പുറത്ത് അല്ലേ പഠിച്ചത്? എവിടെയാ? ഞാൻ ഞാൻ തൃശ്ശൂർ ഡ്രാമ സ്കൂളിൽ MA ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഇന്റർകൾച്ചറൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ സിംഗപ്പൂർ ഒരു ഭയങ്കര നിഷ് കൈൻഡ് ഓഫ് ഒരു ആക്ടിങ് സ്കൂളാണ്. അതൊരു 3 year ആക്ടിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെയാണ് പഠിച്ചത്. ഇപ്പോൾ ഈ കോമഡി ക്യാരക്ടർ നമ്മൾ എടുത്താൽ തന്നെ ഇപ്പോൾ കോമഡി ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ്. ചിലപ്പോൾ പർട്ടിക്കുലറായി പറയുകയാണെങ്കിൽ ഫീമെയിൽ ആളുകൾ കോമഡി ചെയ്യുന്നത് എണ്ണത്തിൽ കുറവായതുകൊണ്ടും കൂടെ ആവാം. ചിലപ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. ഇപ്പോൾ പണ്ട് കൽപ്പന ചെയ്തു വെച്ച ഇപ്പോൾ UDC എന്നുള്ള ക്യാരക്ടറൊക്കെ ഇപ്പോഴും നമ്മൾ എല്ലാവരും പോലെയാണോ ബാലേട്ടൻ എന്നൊക്കെ ചോദിക്കുന്ന സാധനം എത്ര കണ്ടാലും നമ്മൾ പിന്നെയും കാണുമ്പോൾ പിന്നെയും ചിരി പൊട്ടും. അങ്ങനത്തെ ഒരു ഇത്. ഈ കോമഡി ഉറപ്പായിട്ടും കോമഡി പെർഫോം ചെയ്ത് ഫലിപ്പിക്കാൻ്റെ ഭയങ്കര ഭീകരമായ ഒരു ഹെർക്കൂരിയൻ ടാസ്ക് ഉണ്ട്. എങ്ങനെയാണ് ഈ കോമഡി എന്നുള്ള ഇത് വ്യത്യസ്തമാക്കാൻ പറ്റുമോ? കോമഡി ചെയ്യുന്നതിൽ പർട്ടിക്കുലറായ വല്ല ചാലഞ്ച് ഉണ്ടോ? കോമഡി ചെയ്യുന്നതിൽ ചാലഞ്ച് എന്തായാലും ഉണ്ട്. എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ ഏറ്റവും പ്രസൻ്റ് ആയിട്ടിരുന്നാലേ നമുക്ക് കോമഡി വർക്ക് ആക്കാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ്, ലൈക്ക് യു ബീയിങ് ഇൻ ദ മൊമെന്റ്. അതായത് നമ്മൾ ഈ സമയത്ത് ഇപ്പം ഞാനിപ്പോൾ അഖിലായിട്ട് സംസാരിക്കുന്നു, അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്തു, എന്നാൽ ഒന്നും കൂടി ഇതിന് ഉത്തരം പറയാം. അപ്പോൾ ഒരു പുതിയ മൊമെൻ്റായി ഈ മുറിയിൽ എല്ലാവരുടെയും ഒരു റീഅഡ്ജസ്റ്റ്മെൻ്റ് നടക്കുന്നുണ്ട്. അത് ഭയങ്കര ഫെയിൻറ്റാണ്. പക്ഷെ നമ്മൾ ആ ഒരു മൊമെൻറ്റിലോട്ടാണ് പിന്നെ കയറേണ്ടത്. അല്ലാണ്ട് നമ്മൾ നേരത്തെ ഷോട്ടിൽ ഇത് ഓക്കെയാന്ന് വെച്ച് ഇരുന്നാൽ അത് ശരിയാവില്ല. ഇതിപ്പോൾ കാണിക്കാൻ എളുപ്പമാണ് പറയുന്നതിനെക്കാട്ടി. അപ്പം ഒരു സമയം ഒരു ആംബിയൻസ് മാറും, അറ്റ്മോസ്ഫിയർ മാറും. അടുത്ത ടേക്കിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രഷ് ആവണം. എന്താ വെച്ചാൽ നമുക്ക് തന്നെ അയ്യോ ഇത് വർക്ക് ആവണില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ആ പാസ്റ്റ് ടേക്കിൻ്റെ ആ റെസിഡ്യുവൽ മെമ്മറി വെച്ച് ഇവിടെ ഇരുന്ന്
പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് ഇത് വർക്ക് ആവില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ കോമഡി വർക്ക് ആകുന്നത് നമുക്ക് അത്രയും പ്രസൻ്റ് ആയിട്ട് ഓക്കെ അത് കഴിഞ്ഞു, വർക്ക് ആയില്ല, ഓക്കെ അടുത്ത് നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ ഒരു സാധനം വന്നാലേ കോമഡി വർക്ക് ആവുള്ളൂ. അപ്പോൾ ആ ടേക്കിൽ നമ്മുടെ കൂടെയുള്ള ആക്ടർ വേറൊരു സാധനോടും അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇത് നീ കഴിഞ്ഞ ടേക്കിൽ ഇട്ടില്ലല്ലോ എന്തിനിപ്പോൾ ചെയ്തു എന്നല്ല. അപ്പം എന്നാലേ ഈ പറയുന്ന ഈ അഭിനയത്തിനും ഒരു സുഖമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഹെഡ് സ്പേസിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും കോമഡി വർക്ക് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് ഇപ്പോൾ ഫസ്റ്റ് ടേക്കിൽ തന്നെ ഇത് ഓക്കെ ആക്കണം എന്നുള്ളൊരു പ്രഷർ പോയിന്റും കൂടി ഉണ്ടോ? എനിക്കില്ല, എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കാന്ന് പറയുന്നത്. എനിക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഓവർ ഹൈപ്പ്. ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആവണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. അതിൽ പലപ്പോഴും ഷോർട്ടോ ഒക്കെ ആവണം, ടെക്നിക്കലി സംഭവം ഒക്കെ ആവണം. ചിലപ്പോൾ അവർക്ക് വേറെ രീതിയിൽ മാറ്റി ചെയ്യാൻ തോന്നും. അപ്പോൾ ഒരു ഫസ്റ്റ് 3 ടേക്സ് എന്ന് ഞാൻ 3 to 4 ടേക്സിൽ ഓക്കെ ആവണം എന്നുള്ളതാണ്. ആ സമയത്ത് പൂജ അപ്പോൾ ഇതിന്റെ വേരിയന്റ് മനസ്സിൽ വിചാരിക്കും. ഓക്കെ ഇപ്പൊ ഞാൻ അല്ല ചിന്തിക്കില്ല, നമ്മൾ ആ മൊമെന്റിൽ വരുന്നത് ചെയ്യാന്നുള്ള സ്പോണ്ടേനിയസ് ആയിട്ട് ആ മൊമെന്റിൽ നിൽക്കാന്നുള്ളത് മാത്രമേ ചിന്തിക്കുള്ളൂ. ചിന്തിക്കാന്നല്ല, ടു ബി ദേ. ആക്ച്വലി ഇപ്പോഴത്തെ ക്ലാസ് എടുക്കേണ്ടി വരും ഒരുപാട്. അതല്ല, ഈ ടെക്നിക്കലി ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഇപ്പോഴത്തെ പുതിയ പലപ്പോഴും ഇന്നും ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മെത്തേഡും കാര്യങ്ങളും മാത്രമാണ്. ഇപ്പം ആക്ടിങ് ട്രെയിനിങ് എന്നുള്ള സിസ്റ്റത്തിന് തന്നെ ഒരു 100 വർഷത്തെ പഴക്കേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു സയൻറ്റിഫിക് അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അത് മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കുന്ന വ്യത്യാസങ്ങൾ വരുന്നതോടെ ഈ ആക്ടിങ് ട്രെയിനിങ്ങിലും ഇവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ന്യൂറൽ സയൻസസ് ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു സ്പ്ലിറ്റ് ബിറ്റ്വീൻ ഫിസിയോളജി സൈക്കോളജി ആയിരുന്നു. പിന്നെ ഈ ന്യൂറൽ സയൻസസ് എന്ന് പറയുന്ന ഒരു ഭാഗം സയൻസിൽ ഡെവലപ്പായി വരുമ്പോഴത്തേക്ക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ് മാറി. അപ്പോൾ ആക്ടിങ് ട്രെയിനിങ്ങും ആക്ടിങ് ടെക്നീക്കിൻ്റെ ഇതിലും ആ മാറ്റം വന്നിട്ടുണ്ട്. ആ ടെക്നീക്സിനൊക്കെ ഒരു 50-60 കൊല്ലത്തെ പഴക്കേ ഉണ്ടാവും. ഇറ്റ്സ് സ്റ്റിൽ ഫ്രഷ്, ഇപ്പോഴും കണ്ടംപററി ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇവിടെ ആൾക്കാർ സംസാരിക്കുന്നത് വളരെ കുറവാണ്. അതിലൊക്കെ എപ്പോഴും പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് അല്ലെങ്കിൽ ഒരു എംപ്റ്റി സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം മിക്ക ടെക്നീക്കിലും ഉള്ളതാണ്. അപ്പോൾ ഐ കം ഫ്രം ദാറ്റ് കൈൻഡ് ഓഫ് എ സ്കൂൾ. അപ്പോൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ കുറേ എക്സ്പീരിയൻസ് അഭിനയിച്ചതിന് ശേഷമാണ് പഠിക്കാൻ പോയത്. അപ്പം നമുക്ക് ഈ എംപ്റ്റി ആവാനാണ് ബുദ്ധിമുട്ട്. ചിലപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് ആ പ്രശ്നം വരില്ല. നമുക്ക് ഈ എംപ്റ്റി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് ഭയങ്കര സ്ട്രഗിളാണ്. അപ്പോൾ അത് ടെക്നിക്കലിയാണ് നമ്മൾ ഇത് പഠിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദി ഓൺലി ടെക്നിക്ക് ഐ ഗോ ബാക്ക് ടു എന്നുള്ളതാണ്. അതെത്ര മനസ്സിലാവുന്നത് എനിക്കറിയില്ല. ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പൊ 2 വർഷം മുമ്പൊക്കെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. ആ സമയത്തൊക്കെയാണ് ഏതാണ്ട് ആ സമയത്താണ് ഈ രോമാഞ്ചത്തിന് ട്രെയിലർ റിലീസാവുന്നത്. പടം റിലീസായില്ല, 2022 നവംബർ സമയത്തോ മറ്റാണ് രോമാഞ്ചത്തിന് ട്രെയിലർ. അപ്പൊ ട്രെയിലർ ഭയങ്കര രസമായിട്ടാണ് ഇതിന്റെ എഡിറ്റ് വരുന്നത്. അജ്മൽ സാബു കട്ട് ചെയ്ത് ഭയങ്കര ആ മ്യൂസിക് അനുസരിച്ച് ഭയങ്കര രസമായിട്ട് എഡിറ്റ് ചെയ്ത് അതിൽ പൂജയുടെ ആ ഡയലോഗ് അതിന്റെ പ്ലേസ്മെന്റും ഭയങ്കര രസമായിട്ടാണ്. മറ്റേ ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ആ സാധനം വരുന്നത് ഈ ട്രെയിലറിന്റെ ഭയങ്കര എക്സൈറ്റിംഗ് പാർട്ടിലാണ്. ഈ സീന് ഇപ്പോൾ ജിത്തു ഉറപ്പായിട്ടും ഭയങ്കര ഫ്രീഡം തരുന്ന ഡയറക്ടറാണ്, എനിക്കറിയാം. ഇത് ചെയ്യുമ്പോൾ ഇതേപോലെ ഇപ്പൊ മാനുലിക്കയുടെ ഒക്കെ കാര്യം പറയുന്ന പോലെ ഒരു ഇംപ്രവൈസേഷനും അങ്ങനത്തെ ഒരു ഹാപ്പനിങ് അവിടെ ഉണ്ടായിരുന്നു. ഈ സീന് എടുക്കുന്നത് എങ്ങനെയാ? ഈ മാനുലിക്കയുടെ കാര്യത്തിൽ കുറേ പേര്, ബിക്കോസ് ദർ ആർ മൾട്ടിപ്പിൾ ആക്ടേഴ്സ്. ഇപ്പം ഞാൻ മാത്രമല്ലല്ലോ ആ സീനിൽ. അതിൽ സിദ്ധാർത്ഥ് ഉണ്ട്, അഖിലയുടെ പെർഫോമൻസ് വരും, ഇവരുടെയൊക്കെ കൂടെ തന്നെയാണ് ഞാൻ. പിന്നെ അതേ സമയത്ത് ഇപ്പം കണ്ടുകൊണ്ട് മോണിറ്ററിൻ്റെ പുറകിലിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ സമീർ, ഇപ്പോൾ MC അല്ലെങ്കിൽ ലിബിൻ, അപ്പോൾ ഇവരെല്ലാവരുടെയും ഒരു ഇൻപുട്ടും സൂക്ഷ്മദർശിയിൽ അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, കൊളാബറേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം രോമാഞ്ചത്തിൽ ആ സീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ മൊമെന്റ് വിൽ ഓൺലി ബി മൈൻ. അതിൽ വേറെ ആർക്കും കണ്ണു പോവില്ല. അതിൽ എത്ര ആക്ടേഴ്സ് ഉണ്ടെങ്കിലും ആ മൊമെന്റ് അങ്ങനെയാണ് ജിത്തു എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് വരണം ലൗഡ് എന്ന് പറഞ്ഞാൽ അങ്ങ് എത്ര പറ്റുമോ അത്രയും ലൗഡ് ആവണം, അതാണ് ഇൻപുട്ട്. അപ്പോൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞു, ഇതാണ് എന്ത് പറയും പറഞ്ഞോളൂ, ആ ഒരു അപ്പം എനിക്ക് തോന്നിയ പോലെയാണ് അത് ചെയ്ത്.
അപ്പം എനിക്ക് മനസ്സിലായ രീതി, അപ്പം എൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതിന് മുന്നേ ഒരു ഐ കാൺട്ട് ബി ലൗഡ്. അപ്പം അതിന് ഇവരെ കാണുമ്പോൾ അയ്യോ ഇവര് സാധാരണ ഒരു സ്ത്രീയാണല്ലോ, ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ. അപ്പം അതാ അനങ്ങുന്നു, ആ ഒരു ബിൽഡപ്പ് നമ്മൾ ചെറുതായിട്ട് കൊടുത്തില്ലെങ്കിൽ മറ്റേ പൊട്ടിത്തെറി, ആദ്യമേ ഒന്ന് പൊട്ടിത്തെറിച്ചാൽ കുഴപ്പമില്ലല്ലോ, വർക്കാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതിൻ്റെ മറ്റേ എന്താണെന്ന് കൂടെ ചിന്തിക്കും. അപ്പം അങ്ങനെയാണ് പീക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നോബഡി വിൽ എക്സ്പെക്ട് ഷീസ് ഗോയിങ് ടു ഡു ദിസ് എന്നുള്ള സാധനം. ആ സീനിലിപ്പോൾ സ്ക്രിപ്റ്റിൽ ശരിക്കും എന്തായിരുന്നു ഡയലോഗ്? ഞാൻ സ്ക്രിപ്റ്റ് എനിക്ക് ഷീറ്റൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് ജിത്തു പറഞ്ഞതെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യും, ഇനി അഥവാ പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റിലെ ലൈൻസ് എടുക്കാം, യു ഡു ഇറ്റ് യുവർ വേ എന്നുള്ള ഒരു സാധനമായിരുന്നു. ഇതിനെ കണക്ട് ചെയ്ത് ചോദിക്കാനുള്ള സിമിലർ ആയിട്ടൊരു സിറ്റുവേഷൻ ആണ് ആവേശത്തില് മറ്റേ ദംഷ്രാജ് സീക്വൻസ്. ഇതിലിപ്പോ സിനിമ കണ്ടിറങ്ങിയ എല്ലാരും പറയുന്നത് സിനിമ അടിപൊളിയായിരുന്നു. പർട്ടിക്കുലർ ആയിട്ട് ഈ സീൻ ദംഷ്രാജ് സീനെ പറ്റി പർട്ടിക്കുലർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ സീനില് ഈ പിള്ളേരുടെ ഭയങ്കര വൾണറബിലിറ്റി കാണിക്കുന്നുണ്ട്. ഈ ഫഹദിന്റെ മറ്റേ ഇയാൾ എത്ര ഭീകരനാണ് എന്നതും അതിൽ കാണിക്കുന്നുണ്ട്. ഒരേ സമയം കോമഡിയും വർക്കാവുന്നുണ്ട്. ഈ 3 സാധനങ്ങളും വരുന്നുണ്ട്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇപ്പോ ഫ്രം സ്ക്രിപ്റ്റ് ടു ഈ ഷൂട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ് ഉണ്ടാവുമല്ലോ. ഇതിൽ ഈ മറ്റേ ഡയലോഗ് മറ്റേ റീഡിങ് സെഷൻസോ റിഹേഴ്സൽസോ ഉണ്ടായിരുന്നോ, അതോ ഓൺ സ്പോട്ട് നിങ്ങൾ കൊറിയോഗ്രാഫി? ഇത് ഓൺ സ്പോട്ട് തന്നെയാണ്. ഞാൻ ഇതുവരെ ഷീറ്റ് കണ്ടിട്ടില്ല ജിത്തുവിൻ്റെ പടത്തിൽ. ഞാൻ ബാക്കി എല്ലാവരും വായിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ ഇടയ്ക്ക് കുറച്ച് നേരം വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ജിത്തു പക്ഷെ കൃത്യമായിട്ട് ഇത് ഷൂട്ടിന് ബാംഗ്ലൂർ പോകുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ഈ സീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ജിത്തു ഇത് എങ്ങനെ, പക്ഷെ കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, കേട്ടിട്ട് ഞാൻ ചിരിച്ചു, എങ്ങനെ ഷൂട്ട് ചെയ്യും? അതൊക്കെ അവിടെ നോക്കാം എന്നുള്ള. അപ്പം അതേപോലെ അവിടെ പോയിട്ടാണ് ഇവർ, ജിത്തു തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം ലൈൻസ് ആണെങ്കിൽ തന്നെ ജിത്തു അപ്പം ഇത് പറ, ഇതാണ് ഡയലോഗ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജിത്തുവിൻ്റെ മനസ്സിൽ ഈ ഡയലോഗൊക്കെ ഫുള്ളുണ്ട്. ഇപ്പം എല്ലാവരുടെയും ഡയലോഗും ഇതാണ്. അത് റിപ്പീറ്റഡ്ലി ജിത്തുവിന് ഇതാ പറയേണ്ടതെന്ന് വന്ന് പറഞ്ഞു തരാനുള്ള സാധനം ഉണ്ട്. അപ്പോൾ ജിത്തു പറയുന്നു, ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പോൾ ആവേശം എനിക്ക് ആക്ച്വലി ഞാൻ ഫുള്ളി ജിത്തു പറയുന്ന ക്യൂ എടുത്ത് ചെയ്ത പടം, രോമാഞ്ചം പോലല്ല. എന്താ വെച്ചാൽ നമ്മൾ ആ ദംഷ്രാജ് കളിക്കുന്ന സീക്വൻസ് ആണ് ആദ്യം എടുക്കുന്നത്. അതിന് മുന്നത്തതും അത് കഴിഞ്ഞിട്ടുള്ളതും പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആദ്യത്തെ 2 ദിവസം ഇത് ചെയ്ത എനിക്കൊരു ഞാൻ മര്യാദക്കാണോ ചെയ്യുന്നത് എന്നുള്ള സാധനം, അത് ടുവേർഡ്സ് ദി എൻഡ് ആ പീക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പം ഓക്കെ ആവുന്നുണ്ട്. ആ സമയത്ത് എനിക്കൊരു ജഡ്ജ്മെൻറ്റും ഇല്ല. ഞാൻ ജിത്തു എന്താണോ പറഞ്ഞത് അത് ഫോളോ. ഫഹദൊക്കെ ഇപ്പൊ ഈ സീനിൽ ഇതേപോലെ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഇംപ്രവൈസേഷൻസും തോന്നുന്ന ഡയലോഗ്സും ഒക്കെ ആഡ് ചെയ്യുന്ന പോലത്തെ ഒരു പ്രോസസ് തന്നെയായിരുന്നു. പിന്നെ ഫഹദ് ഞാൻ ചോദിക്കുന്ന കണ്ടിട്ട് നമുക്കൊരു ഏഡി ഉണ്ടായിരുന്നു, സായി എന്ന് പറഞ്ഞിട്ട്. സായി ബാംഗ്ലൂരിൽ തന്നെയുള്ള മലയാളിയാണ്, പക്ഷെ കന്നഡയിൽ ഹെൽപ്പ് ചെയ്ത് കുറേ സായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ മനസ്സിലുള്ള ചില ഡയലോഗ് അതെങ്ങനെയാടാ കന്നഡയിൽ പറയാ, അങ്ങനെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇൻവോൾവ് ആണ്. പിന്നെ ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഒരു 80 ദിവസത്തോളം ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വിളിക്കുന്ന ബാക്കി എല്ലാവർക്കും സിനിമയെക്കുറിച്ചും അതിൻ്റെ ഒരു മീറ്ററും ഒക്കെ അവർ ഓൾറെഡി സെറ്റാണ്. നമ്മളാണ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് അയ്യോ ഇതെന്താ പരിപാടി എന്നുള്ളൊരു സ്പേസിൽ നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അവരെ കൂളായ ഓൾറെഡി സെറ്റിൽഡ് ആണ്. ഇപ്പം അംബാനൊക്കെ കണ്ടിട്ട് എനിക്ക് ചിരി വന്നിട്ട് അത്ര അതെ. പിന്നെ ഞാൻ പോയാട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട സീൻ മറ്റേ ഈ വെടിവെക്കുന്ന സീനായിരുന്നു. അംബാനെ ഓഫാക്ക് അവിടെ, അതും മ്യൂസിക്കും ഒന്നും ഇല്ലാതെ കേൾക്കുന്നത്. പക്ഷെ അത് കണ്ടപ്പോ തന്നെ ഇത് അവിടെ കയറണം എന്നുള്ള സാധനം അങ്ങനെ മനസ്സിലാവും. ഈ ദംഷ്രാജ് സീൻ എത്ര സമയം
കൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്തത്? 7 ദിവസം 6 or 7 ദിവസം. ആ ഒരൊറ്റ അല്ല, ആ ദംഷ്രാജ് സീക്വൻസ് 4 ദിവസം ഷൂട്ട് ചെയ്തു. പൂജയുടെ മൊത്തത്തിൽ 7 ദിവസം 6 or 7 ദിവസം കൊണ്ട് ഷൂട്ട്. ഇപ്പോൾ ബാക്ക് ടു സൂക്ഷ്മദർശിനി വരികയാണെങ്കിൽ ഇതിലിപ്പോ മെറിൻ, പൂജ, അഖില, നസ്രിയ ഈ 4 പേരുടെയും തമ്മിലുള്ള ഒരു ബോണ്ടും കൂടി ഉണ്ട്. ഇപ്പൊ ദുരൂഹ മന്ദഹാസം പാട്ട് വരുന്ന സമയത്ത് തന്നെ നിങ്ങളൊരു ടീമുണ്ട്. നിങ്ങൾ ജെല്ലാവാൻ ഉറപ്പായിട്ടും ഇപ്പൊ നസ്രിയ ഉണ്ടെങ്കിൽ ആ ഇന്റർവ്യൂ അടിപൊളിയാവും എന്ന് പറയുന്ന പോലെ തന്നെ നസ്രിയ സെറ്റിൽ വരുമ്പോൾ എല്ലാവരും ഓൺ ആവുന്നു എന്നുള്ളൊരു പ്രോസസ്. ആദ്യത്തെ ഒരു മൊമെന്റ് എന്തായിരിക്കും ഈ സെറ്റിൽ വരുന്ന? അതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ നസ്രിയനെ? നസ്രിയനെ നേരത്തെ കണ്ടിട്ടുണ്ട്. ആക്ച്വലി ആവേശത്തിന്റെ പ്രസ് മീറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് നസ്രിയനെ കാണുന്നത്. പക്ഷെ നസ്രിയനെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ പരിചയപ്പെടാനൊന്നുമില്ല. നസ്രിയ ഇങ്ങനെ വന്നു. നസ്രിയ വന്നിട്ട് പറയാം, ഓയ് പൊളിച്ചിട്ടുണ്ടോ, പടത്തിൽ പൊളിച്ചിട്ടുണ്ട്, യു റിയലി ഗുഡ്. ഇങ്ങോട്ടാണ്. അപ്പൊ പിന്നെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് അങ്ങനെ പോയി. പിന്നെ ഇതിൽ വരുമ്പോഴത്തേക്കും ഓൾറെഡി അറിയാം. ഇപ്പൊ അഖിലയുടെ കേസാണെങ്കിലും അങ്ങനെയാണ്. ഇപ്പൊ മെറിനും ഞാനും വേറൊരു വെബ് സീരീസിൽ ഒരുമിച്ച് അഭിനയിക്കേണ്ടായിരുന്നു. അങ്ങനെ മെറിനെയും എനിക്ക് നേരത്തെ അറിയാം, പരിചയമുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ ജെല്ലാൻ വേണ്ടി പ്രത്യേകിച്ചൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നില്ല. ഇപ്പൊ അഖിലയുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഇച്ചിരി പുതിയ എനിക്കൊരു പ്രശ്നമുണ്ട് ഈ ജെല്ലാവില്. ഇച്ചിരി പരിചയമൊക്കെ എനിക്ക് തോന്നുന്നു അഖിലിന് അറിയായിരിക്കും. ആദ്യം കാണുമ്പോൾ സംസാരിക്കുന്ന പോലെയല്ല. അപ്പം ഇപ്പൊ ലുക്ക് ടെസ്റ്റിന് പോയപ്പോഴാണ് അഖിലേനെ ആദ്യമായിട്ട് കാണുന്നത്. അഖിലേനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രേംലു ഒക്കെ കണ്ടിട്ട്. എനിക്ക് സുലു അഖിലയാണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവള് കണ്ടിട്ട് അവള് പറയോ കണ്ടപ്പോ തന്നെ ജാട ചിരിക്കത്തു എന്നെ പറയാ ജാട. പക്ഷെ എനിക്കറിയാം ഇപ്പം ആൾക്കാർ അങ്ങനെ ചിന്തിക്കും. അതുകൊണ്ട് ലുക്ക് ടെസ്റ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അഖില എടുത്ത് സംസാരിക്കാൻ സ്പെഷ്യൽ എഫേർട്ട് എടുത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ അപ്പം അങ്ങനെ സെറ്റായി. ഈ ഇപ്പൊ റിവ്യൂസിലും റെസ്പോൺസിലും ഒക്കെ പറയുന്ന പ്രധാന വാക്ക് പഴുതടച്ച സ്ക്രീൻ പ്ലേ എന്നുള്ള രീതിയിൽ മൊത്തം സ്ക്രീൻ പ്ലേ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഹൈ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് അവസാനം ഒരു ഫൈനൽ ഷോ ഡൗൺ എന്നുള്ള രീതിയിൽ ആണ് ഫുള്ള് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അതുൽ, ലിബിൻ രണ്ടുപേരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഭീകരമാണല്ലോ. ഇവരുടെ ഈ ഷൂട്ടിംഗ് സ്പോട്ടിലും ഇവരുടെ ഈ ക്യാരക്ടർ ഫീഡോ അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റിനെ പറ്റിയുള്ള ഡിസ്കഷൻസോ അങ്ങനത്തെ തരത്തിലുള്ള നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കൊക്കെ തന്നെ ഒരു സംശയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉടക്ക് വരികയാണ്. ചിലപ്പോൾ ബാക്കി എല്ലാവരും കുറേ കാര്യങ്ങളിൽ ഇൻവോൾവ് ആണല്ലോ. ഇപ്പൊ മേക്കിങ്ങിന്റെ ഇപ്പൊ ക്യാമറ ടീം അല്ലെങ്കിൽ ഡിറക്ഷൻ. അപ്പോൾ നമുക്ക് ഈ സ്ക്രിപ്റ്റും ഈ വരികളുമായിട്ട് പോവാൻ ഏറ്റവും ആക്സസ് ഇവരെടുത്തായിരിക്കും. നമ്മൾ ആദ്യം സംസാരിച്ചത് ഈ കോമഡിയെ പറ്റിയാണല്ലോ. അതിലിപ്പോ പുരുഷപ്രായത്തിലെ ക്യാരക്ടർ, പുരുഷപ്രായത്തിൽ ഇപ്പോൾ സിനിമ ഡിസ്കസ് ചെയ്യുമ്പോഴും കൃഷാന്ത് എന്നുള്ള ഫിലിം മേക്കർ ഡിസ്കസ് ചെയ്യുമ്പോഴും ഭയങ്കര വിയേർഡായിട്ടുള്ള, വിയേർഡ് എന്ന് പറയാൻ പറ്റില്ല, മുൻ മാതൃകകൾ ഫോളോ ചെയ്യാത്തൊരു ഫിലിം മേക്കറായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതായത് ഫിലിം മേക്കിംഗ് ക്രാഫ്റ്റ് എന്നുള്ള രീതിയിലാണെങ്കിലും എഴുത്ത് എന്നുള്ള രീതിയിലാണ്. ഈ പുരുഷപ്രേതം പൂജയെ സംബന്ധിച്ച് എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? പുരുഷപ്രേതത്തിലെ ക്യാരക്ടറും പുരുഷപ്രേതം ഞാനിങ്ങനെ ചോദിച്ച് അപ്പൊ കൃഷാന്തിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും, കൃഷാന്ത് എൻ്റെ മറ്റേ കോവിഡ് ബഡ്ഡിയാണ്. വളരെ യാദൃശ്യമായിട്ട് നമ്മളൊക്കെ കോവിഡ് കാലത്ത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ അറിയാതെ ജീവിതത്തിലോട്ട് വരാം. അങ്ങനെയൊന്നുമില്ല. കൃഷാന്ത് എന്നെ വിളിക്കുന്നത് കൃഷാന്തിനൊരു എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ആരോ നമ്മുടെ ഒരു ക്ഷേമയാന്ന് തോന്നുന്നു, ആരോ നമ്പർ കൊടുത്തിട്ട് കൃഷാന്ത് തന്നെ ഒരു വെബ് സീരീസ് ക്രയവിക്രയ അത് എഴുതിയിട്ട് കൃഷാന്ത് തന്നെ ഷൂട്ട് ചെയ്യുന്നു, കൃഷാന്ത് തന്നെ എഡിറ്റ് ചെയ്യുന്നു, സെൽഫ് നമ്മൾ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രോ പൈസ ഒന്നും ഇല്ല, പക്ഷേ ഇതാണ് എൻ്റെ ഉദ്ദേശം. അപ്പം നമ്മളും ഇങ്ങനെ മറ്റേ പൊടിയടിച്ച് ഇരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹീസ് എൻ ആർട്ടിസ്റ്റ്, ഹി വാണ്ട്സ് ടു മേക്ക് സംതിങ്. അപ്പം നമ്മളും അതേ ഒരു സ്പേസിലാണ്, വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലല്ലോ എന്തെങ്കിലും ഒന്നും ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് കൃഷാന്തിനെ മീറ്റ് ചെയ്യുന്നതും സംസാരിക്കുന്നതും. അപ്പോൾ ആദ്യം തൊട്ടേ അറിയാം ഹീസ് വെരി യുണീക്ക് ആൻഡ് കൃഷാന്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമേഴ്സ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പം പുള്ളിക്കാരൻ കാണുന്ന പടങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ക്ലാസിക്സ് ഒക്കെ കാണും, അല്ലാത്ത ഒരു അപ്പൂപ്പൻ എന്ന ബോയ്സിനെയൊക്കെ തോൽപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകൾ വരെ കൃഷാന്തിന് കാണാറുണ്ട്. ഇപ്പം അപ്പോൾ ഇപ്പം കൃഷാന്ത് ഒരു പടം ചെയ്യുമ്പം ആവാസവ്യൂഹം
പകുതിക്ക് ഷൂട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫുട്ടേജ് കണ്ടിട്ടുണ്ട് ഞാൻ കൃഷാന്ന് ആദ്യം കണ്ടപ്പം. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, പ്രോജക്റ്റ് ഡ്രോപ്പാണ് ബ്രോ, എനിക്ക് ഇനിയാണെങ്കിൽ എന്തെങ്കിലും ഫണ്ടർ എന്തെങ്കിലും വേണം. അപ്പം അത് കഴിഞ്ഞ് ഇത് വീണ്ടും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കോൾഡ് കേസിൽ അഭിനയിക്കാൻ പോയി. അപ്പോഴും എനിക്ക് ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എന്തെങ്കിലും ഇങ്ങനത്തെ സിനിമയിലൊക്കെ ഞാനൊരു പുല്ലായിട്ട് അഭിനയിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അപ്പം പുരുഷപ്രേതം വന്നപ്പോഴും പുള്ളി ഒന്നുമില്ല, മറ്റേ എന്ത് തരും, ചെറുതേ ഉള്ളൂ, ഈ ചെറുത് എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ഇല്ല ബ്രോ ചോദിച്ച് അതാണെങ്കിൽ അത്. അപ്പം എനിക്ക് ഭയങ്കര രസമാണ് പുള്ളിക്കാരൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. ഇനിയും വിളിച്ചാൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ഫിലിം മേക്കേഴ്സിൽ. അതുമാത്രമല്ല പുള്ളിക്കാരൻ ഉണ്ടാക്കുന്ന സാധനം കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി. അടുത്തതും ആയാലും ഭയങ്കര എക്സൈറ്റിംഗ് ആയ ഇപ്പൊ ഇതിന് ആർട്ട് ഓഫ് അതിന് വിളിക്കാത്തതിന് ഞാൻ വിളിച്ച് കുറെ കാര്യം എന്നാലും എന്നെ ഒരു ഭാഗം കൃഷാന്തിന്റെ കേസിൽ ഞാനത് പറയാറുണ്ട്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരൻ ഇന്റർവ്യൂസിലൊക്കെ തന്നെ ലൈറ്റായിട്ട് പറഞ്ഞു വന്ന കാര്യം പുള്ളിക്കാരൻ വിശ്വസിക്കുന്ന അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പം അത് നമ്മളും ആസ് ആൻ ആർട്ടിസ്റ്റ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. മറ്റൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സാധനം, ഈ ഭയങ്കര ഡിസ്കസ് ചെയ്യപ്പെട്ട വർക്കായിരുന്നു അസംഘടിതർ എന്ന ഫ്രീഡം ഫൈറ്റിലെ ആ ഷോർട്ട് സെഗ്മെന്റ്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ഡിസ്കഷൻ പോയിന്റ് മൊത്തം അതിൽ പൊളിറ്റിക്കൽ ആംഗിൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് രീതിയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിലൊരു കോമഡി ആംഗിളും കൂടി ഉണ്ടല്ലോ. ഇപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സീനാണ് നിങ്ങളുടെ ഗ്യാങ് എല്ലാവരും കൂടെ രാത്രി മറ്റേ കടയുടെ ഷട്ടർ പോയി അങ്ങനത്തെ സീനൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ കുഞ്ഞില എന്നുള്ള ഫിലിം മേക്കർ അസംഘടിതർ, ഇതിൻ്റെ ഇപ്പം ആലോചിക്കുമ്പോൾ എങ്ങനെ കരിയറിലെ എന്താണ് ഇപ്പൊ കമേഴ്ഷ്യലി ഞാൻ പറയും, എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫിലിം മേക്കർ ജിത്തു മാധവനാണ്. എനിക്ക് ജിത്തു മാധവൻ രോമാഞ്ചവും ആവേശവും തന്നുകൊണ്ടാണ് കുറേ സിനിമകൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ സംഭവിച്ചത്. ഇപ്പോൾ രോമാഞ്ചം കഴിഞ്ഞിട്ടൊരു ബൂം ഉണ്ടായിരുന്നു, ഒരു 2-3 സിനിമ ഒരുമിച്ച് വരികയും. ആവേശം കഴിഞ്ഞിട്ടാണ് മര്യാദയ്ക്കൊരു ബൂം വരാൻ. ഇപ്പോൾ ജിത്തു എന്നെ വിളിക്കുന്നത് ഈ അസംഘടിതരെ കണ്ടിട്ടാണ്. അപ്പോൾ ഇന്നും ഞാൻ ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ അസംഘടിതരാണ്. എനിക്കൊന്ന് ഇൻഡസ്ട്രിയിൽ അത് കുറേ പേര് കണ്ടിട്ടുണ്ട്. ഇപ്പം ഷൈജുക്ക ആദ്യം കാണുമ്പോൾ പറഞ്ഞ സിനിമ അസംഘടിതരാണ് കുറേ പേര്. അപ്പോൾ ഞാൻ ഇവരൊക്കെ കണ്ടു. പക്ഷെ അത് നമ്പർ ഓഫ് പീപ്പിൾ, ജനറൽ ഓഡിയൻസ് ആ സിനിമ കണ്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അധികം പേര് ഇത് കണ്ടിട്ടില്ല. അപ്പം ഈവൻ ഈ സൂക്ഷ്മദർശിനിയിൽ പോലും ലിബിൻ MC ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത് കണ്ടപ്പോഴാണ് അസ്മ ഇയാളാണെന്ന് തീരുമാനിക്കുന്നതെന്നൊരു സാധനം. അപ്പം എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിനിമയാണ് അസംഘടിതർ. അത് കുഞ്ഞില, നമ്മൾ അതുവരെ കുഞ്ഞിലേനെ അറിയാവുന്നത് കുഞ്ഞിലയുടെ ഫേസ്ബുക്ക് പോസ്റ്റും റെവല്യൂഷണറി. പക്ഷെ കുഞ്ഞിലയുടെ ആ പോസ്റ്റിന് ഭയങ്കര ഹ്യൂമറുണ്ട്. ഞാനൊക്കെ ചില ചുമ്മാ ഡാർക്ക് അടിച്ചിരിക്കുമ്പോ കുഞ്ഞിലെ വല്ലതും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആൻഡ് ഭയങ്കര ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അസംഘടിതർ ആക്ച്വലി എനിക്ക് കിട്ടേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയൊരു സിനിമയും കൂടിയാണ്. അതിൻ്റെ കാസ്റ്റിംഗ് ഹാളിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, അത് കുഞ്ഞിലേനെ വരച്ചിട്ട് ഒരു കാരിക്കേച്ചർ സാധനം പോലത്തെ അങ്ങനത്തെ കാസ്റ്റിംഗ് ഹാളായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ സിനിമ നോക്കുന്നത്, ഞാൻ വർക്ക്ഷോപ്സ് ഒക്കെ എടുക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ കുറച്ച് റൗണ്ട് ഓഫ് വർക്ക്ഷോപ്സ് കഴിഞ്ഞ ശേഷം ഇച്ചിരി അക്കൗണ്ടിൽ കാശൊക്കെ ഉണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാസ്റ്റിംഗ് ഹാൾ പല സ്ഥലത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ അയച്ചു നോക്കാം, അങ്ങനെ അയച്ചതാണ്. അപ്പോൾ കുഞ്ഞിലെ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്, യു ലുക്ക് മൈ ക്യാരക്ടർ ബട്ട് the way you did it is not സജ്ന. അപ്പോൾ ഒന്ന് ഒരുമിച്ച് വായിക്കാൻ പറ്റുമോ? അങ്ങനെയാണ് കുഞ്ഞില എന്നെ ഓഡിഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അതെ, എന്നുവെച്ചാൽ ആ സമയത്ത് സെക്കൻഡ് വേവ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്തു അയച്ചു കൊടുക്കുന്നു. അപ്പോൾ വീഡിയോ കോളിലാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. പിന്നെ ഇത് ഷൂട്ടിന് പോയപ്പോഴും ആസ് എ ഫിലിം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു ഫീച്ചർ ലെങ്ത് എത്തുന്ന പോലത്തെ ഒരു 50 മിനിറ്റിൻ്റെ ആദ്യം എഴുതി വെച്ചേക്കുന്ന സിനിമ. അതിൽ വേറെയും കുറേ കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ഈ ആന്തോളജിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരു അരമണിക്കൂർ. എനിക്ക് തോന്നുന്നു അതിലെ ഏറ്റവും വലിയ സിനിമ കുഞ്ഞിലയുടെ സിനിമയാന്ന് തോന്നുന്നു. 40 മിനിറ്റോളം ഉണ്ട്. അപ്പം
ഇത് ചെയ്യുന്ന സമയത്തും സാറ്റിസ്ഫാക്ഷൻ എല്ലാവർക്കും. പിന്നെ ഇത് റിയൽ കഥയാണല്ലോ, അപ്പം നമ്മളവിടെ ചെല്ലുമ്പോൾ വിജി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട്. ഇവരോടുള്ള ഇന്ററാക്ഷൻസും വിജി ചേച്ചി, പിന്നെ ഒരു അജിത് ചേച്ചിനെ കാണുന്നു, അജിത് ചേച്ചിയുടെ മോൾ ഗാർഗി. അപ്പൊ ഇങ്ങനത്തെ സ്ത്രീകളെയൊക്കെ കാണുന്നു. അപ്പൊ ഗാർഗി അഭിനയിച്ചിട്ടുണ്ട്. ഗാർഗി ഒരു ചെറിയ സീനിൽ അപ്പിയർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇവരായിട്ടൊക്കെ ഉള്ളൊരു അജിത് ചേച്ചിനൊക്കെ കാണുന്ന ദിവസം ഞാനും ശ്രദ്ധിക്കും, യെസ്, ഇങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ രോമാഞ്ചകഞ്ചകരായിട്ട്. ഇവൻ വിജി ചേച്ചി, ഇത്രയും സാധാരണക്കാരായ സ്ത്രീകൾ ആ മിഠായി തെരുവിൽ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാന്നൊക്കെ പറയുന്നത്, ആ സ്ത്രീകളും അവിടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് കുറേയും കൂടെ ആ കഥാപാത്രമൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി വരുന്നത്. അപ്പോൾ കുഞ്ഞില ഇസ് ക്വൈറ്റ് ബ്രില്യൻറ്റ്. ഇപ്പോൾ ഇന്നലെ വരെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുഞ്ഞില മറ്റേ കനി പ്രൊഡ്യൂസ് ചെയ്യുന്നു, കുഞ്ഞിലയുടെ പടം ഫിലിം ബസാറിൽ പിച്ച് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ പടത്തിൽ എങ്ങനെയെങ്കിലും ഒരു വേഷം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇന്നും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഈ സൂക്ഷ്മദർശിനിയാണ് ഇപ്പോ തിയേറ്ററിൽ ഭയങ്കര വിജയവും ഭയങ്കര ഡിസ്കഷനും ഒക്കെ. ഇനി പൂജയിൽ നിന്നുള്ള അടുത്ത വർക്കുകളും അടുത്ത പ്രോജക്റ്റുകളും? ഇപ്പൊ കുറച്ച് സിനിമകൾ ഇറങ്ങാനുണ്ട് ഇനി അടുത്ത കൊല്ലം. ഈ ഷൂട്ട് തീർത്ത് ഇപ്പൊ മരണമാസിലുണ്ട്. മരണമാസം ഭയങ്കര എക്സൈറ്റിംഗ് ആണ് പറയാൻ. അല്ല, എനിക്ക് ടച്ച് വുഡ് ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. എനിക്ക് ഒരിക്കലും മറ്റുള്ളവർ പറയുന്ന പോലെ എനിക്ക് ആവർത്തന വിരസത എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഇതുവരെ അടിച്ചിട്ടില്ല ടച്ച് വുഡ്. എന്ന് വെച്ചാൽ ഭയങ്കര രസമുള്ള കഥാപാത്രങ്ങൾ, ചിലപ്പോൾ ചെറിയതാണ്, എല്ലാത്തിലും ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും. ഇപ്പോൾ മരണമാസം ഇസ് എ വെരി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എ ഫിലിം. കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള, വീണ്ടും ബേസിൽ ആക്ച്വലി ബേസിലിന്റെ കൂടെ അഭിനയിക്കുന്നത് മരണമാസിലാണ്. ഇതിൽ അങ്ങനെ കോമ്പിനേഷൻ ഒന്നുമില്ല, ബേസിലെ കൂടെ അഭിനയിക്കുന്നത് മരണമാസിലാണ്. ഇപ്പൊ ശിവനാണെങ്കിൽ തന്നെ പണ്ടോട്ട് തൃശ്ശൂരുള്ള ആളായിരുന്നു. ഇപ്പൊ നമ്മൾ ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ശിവനൊക്കെ അവിടുത്തെ നാടകങ്ങളൊക്കെ കണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പൊ സിജു, ജോമോൻ, രാജേഷ്, ഇങ്ങനത്തെ ഒരു ആൾക്കാരുടെ കൂടെ നമ്മുടെ കൂട്ടുകാരാണല്ലോ, വർക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഭയങ്കര സന്തോഷം. അപ്പൊ കംഫർട്ട് നാച്ചുറലി ഉണ്ട് അവരോട്. അപ്പൊ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലും കുറച്ചും കൂടെ ഫ്രീ ആവും നമ്മൾ. അല്ലാണ്ട് പോയി ചില്ല് അങ്ങനത്തെ ഒരു സാധനമുണ്ട്. പിന്നെ പടക്കളം എന്ന് പറഞ്ഞിട്ട് സുരാജേട്ടൻ്റെ, അതും ബേസിലിൻ്റെ അസിസ്റ്റന്റിന്റെ പടം, മനു ഡയറക്റ്റ് ചെയ്യുന്ന പടം. അപ്പോൾ സുരാജേട്ടൻ്റെ പേരായിട്ട് ഇതിൽ ചെയ്തു. പിന്നെ വേറെ രത്തീനയുടെ പടത്തിലൊരു പരിപാടി ഉണ്ട്. കുറച്ച് ഒരു ജാതി ജാതകം ചെയ്ത് അത് ഇനിയും ഇറങ്ങാനുണ്ട്. അങ്ങനെ കുറച്ച് ഇങ്ങനെ. ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.